അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിക്ർ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയാലോ. ഇതൊക്കെ അതിൻ്റെ കമൻറ്റുകളാണ് അല്ലേ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ. ഓരോ ദിവസം കൊണ്ടും ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളതിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇത്രയും വേഗത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഒരു അമലിന് അത്രയും ഏറെ ശ്രേഷ്ഠത ഉണ്ടാകും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അറിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഈ ഒരു അമലിനെ ആരെങ്കിലും നിയത്ത് വെച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ, ഒരാവശ്യം ഒരിടങ്ങേറ് റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ആ ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു തആല നേടിക്കൊടുക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇടങ്ങേറ് പിടിച്ചിട്ട് ഈ ഒരു അമലിനെ നിയത്ത് വെച്ചുകൊണ്ട് പടച്ചോൻ്റെ മുമ്പിൽ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ റബ്ബ് സുബ്ഹാനഹു തആല നീക്കിക്കൊടുക്കുമെന്ന് അവിടുന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഇസ്മുകളെ നമുക്ക് പഠിപ്പിച്ച് തന്നത് നമ്മളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അതേതാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. അത്രയും പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് ഇതിന് വന്നിട്ടുള്ളത്. നമുക്കും ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു അമലിനെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ദുആ ചെയ്യണം പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്, ഇത്തമാരുണ്ട്, അനിയത്തിമാരുണ്ട്. എല്ലാവരോടും പറയാനുള്ള കാര്യം, തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് കേൾക്കുന്നത് ആരാണെങ്കിലും ഈ ഒരു അമലിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളി. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത് ചെയ്യാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും, ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാൻ കഴിയാത്ത ആളുകളുണ്ടാകും, എപ്പോഴും തോൽവി അനുഭവിക്കുന്ന ആളുകളുണ്ടാകും, ജീവിതം പ്രതിസന്ധികളിലായിട്ടുള്ള ആളുകളുണ്ടാകും. ഇത്തരത്തിൽ ആഗ്രഹം നിറവേറാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ ഈ ഒരു വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. കാരണം നമ്മൾ ഇത്തരത്തിലിടുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ ആഗ്രഹം നിറവേറിയ കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, അതിൻ്റെ ദിക്റുകൾ, ഇതൊക്കെ ഇടുമ്പോൾ അത് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത ഇല്ലാതിരിക്കുക, സമാധാനം ഇല്ലാതിരിക്കുക. എവിടെ തിരിഞ്ഞാലൊരു സമാധാനമല്ല ഇത്താന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ജീവിതത്തിൽ കുടുംബക്കാർക്കിടയിലാണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വസ്ഥമായി ഒന്ന് ഇരിക്കാനുള്ളൊരു സമാധാനം കിട്ടണില്ല. അതേപോലെ തന്നെ കുടുംബത്തിൽ എപ്പോഴും വഴക്കാണ്. ഇന്ന് ഉമ്മയും മകനും ആണെങ്കിൽ നാളെ ഉപ്പയും മക്കളുമാണ്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലാണ്. ഇത്തരത്തിൽ എപ്പോഴും അടിപിടി ലഹളയാണ് വീട്ടിൽ. ഒരു സമാധാനവും ഇല്ല, സന്തോഷമില്ല എന്ന് പറയുന്ന ഇത്തമാരുണ്ട്. ഇത്തരത്തിൽ ഒന്നോ രണ്ടോ അല്ല ഇഷ്ടം പോലെ കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെയൊക്കെ മുറാദുകൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾ പലർക്കും പലതായിരിക്കും. എനിക്കുള്ള ആഗ്രഹമായിരിക്കില്ല അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളത്. ഓരോരുത്തർക്കും വ്യത്യസ്ത കാര്യങ്ങളിലായിരിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ചില ആളുകൾക്ക് പെട്ടെന്ന് കുറച്ച് പണം വേണമെന്നായിരിക്കാം, ചില ആളുകൾക്ക് രോഗത്തിൽ നിന്നൊരു ശിഫ വേണമെന്നായിരിക്കണം, വേദനയിൽ ഒരു മുക്തി വേണം എന്നുള്ളതായിരിക്കാം. വെന്റിലേറ്ററിലൊക്കെ കഴിയുന്ന എത്രയോ ആളുകളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ശിഫ ആയിരിക്കാം ചില ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ പല പല തരത്തിലുള്ള ആഗ്രഹങ്ങളും മുറാദുകളും മനസ്സിലുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇത്തരത്തിൽ ഏത് ആഗ്രഹമായിക്കോട്ടെ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അമലിനെ നമുക്ക് നിയ്യത്ത് വെക്കാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് റബ്ബ് നമുക്ക് ഈ ഒരു സഫറിൻ്റെ അവസാനത്തെ ബുധനിൽ ഇറക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള മുത്ത് റസൂലിൻ്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ആ ഒരു മുഹബ്ബത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അതൊക്കെ നമ്മളിൽ നിന്ന് തട്ടി മാറ്റി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കത് ഏതാണെന്ന് നോക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇസ്മുൽ അഅ്ലമാണ്. സൂറത്ത് അൽ ബക്കറയിലെ 163 ആയത്തിലും അതുപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാനുണ്ട്, അതിലെ 2 ആയത്തിലുമാണ് ഈ ഒരു ഇസ്മുൽ അഅ്ലം ഉണ്ട് എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ 2 ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഇസ്മുകളാണ്
യാ റഹ്മാനുർ റഹീം, അൽ ഹയ്യുൽ കയ്യൂം എന്നുള്ള ഈ രണ്ട് ഇസ്മുകളും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ദിക്റാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അത് ഏതൊരു കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് കാര്യമായിക്കോട്ടെ, ആ കാര്യത്തിനൊക്കെ ഒരു വെളിച്ചമേകാൻ ഈ ഒരു അമൽ കൊണ്ട് സാധിക്കൂട്ടോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം. ഇതാണ് ആ പരിശുദ്ധമായിട്ടുള്ള വചനം, ആ ഒരു ആയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലമാണെന്ന് റസൂൽ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റസൂൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ, ഈ ഒരു അമലുണ്ടല്ലോ, ഈ ഒരു ഇസ്മുകളുണ്ടല്ലോ, ഈ ഒരു ഇസ്മുകളെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ പടച്ചോനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം, ആ കണ്ണീരോട് കൂടിയിട്ടുള്ള ആ ഒരു ചോദ്യം, ആ ചോദ്യത്തെ പടച്ച തമ്പുരാൻ ഒരിക്കലും അത് വെറുതെയാക്കി കളയൂല, അത് തട്ടി മാറ്റി കളയൂല. നമ്മൾ ഇഷ്ടം പോലെ ദിക്റുകൾ ചൊല്ലുന്ന ആളുകളാണല്ലേ, ദ്വാകൾ ചൊല്ലുന്ന ആളുകളാണ്, സൂറത്തുകൾ ഓതുന്ന ആളുകളാണ്, നമ്മളെപ്പോഴും റബ്ബിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ്. അപ്പോൾ ചിലതിനൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടും, ചിലത് നമ്മൾ എത്രത്തോളം ദ്വാ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടൂല, അങ്ങനെയല്ലേ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആലയുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഈ ഒരു അമൽ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. നമ്മൾ തഹജ്ജുദിൻ്റെ ആ ടൈമിൽ എണീക്കുമല്ലോ, ആ ടൈമിൽ എണീച്ച് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം, തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് നമ്മൾ ചൊല്ലുക. അത് 1000 തവണയാണല്ലേ നമ്മൾ ചൊല്ലേണ്ടത്. 1000 തവണ നമ്മൾ ചൊല്ലിയിട്ട് നമ്മളുടെ മനസ്സിലുള്ള ആ മുറാദും റബ്ബിനോട് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് പുലർന്ന് കിട്ടുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്ക് 1000 തവണ ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ഈ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ദിക്റിനെ 313 തവണ നമ്മൾ ചൊല്ലുക. 313 തവണ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യത്തെ പറയാം, ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ പറയാം. ഒരിക്കലും ഇത് നിങ്ങൾക്ക് നഷ്ടമാകില്ല അല്ലേ. ഇനി 313 തവണ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ 100 തവണ ചൊല്ലുക, 101 തവണ ചൊല്ലുക. ഈ 100ൽ കുറയരുതല്ലേ, കഴിയുന്നവർ ചുരുങ്ങിയത് 100എങ്കിലും ചൊല്ലുക. എന്നിട്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഒരിക്കലും ഇതെനിക്ക് കിട്ടൂല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷ ഉണ്ടാകൂല, ഞാൻ പരാജയപ്പെട്ടു പോകുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എനിക്കൊരു വഴിയില്ല എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാകും. ജീവിതത്തിൽ വളരെ പ്രയാസം നിറഞ്ഞു പോകുന്ന ആളുകളുണ്ടാകും. അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ ചെയ്ത് നോക്കുക. ഒരിക്കലും ഇത് നിങ്ങൾക്ക് നഷ്ടമാകൂല അല്ലേ. കഴിയുന്നത് 100 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ഇത് ഏതൊരു സമയത്തും ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു ദിക്ർ തന്നെയാണ്. പക്ഷേ ഇതിന് നല്ല സമയം, കുറച്ചുകൂടെ നല്ല സമയം എന്ന് പറയുന്നത് തഹജ്ജുദിൻ്റെ ആ ഒരു ടൈമിലുള്ള സമയമാണ്. ഏത് സമയത്തും ചൊല്ലാം. ഇനി ഇതിന് 10000 തവണയൊക്കെ നിയ്യത്ത് വെച്ച് ചൊല്ലുന്ന രീതിയുണ്ട്. 10000 തവണ ആവശ്യത്തെ നിയ്യത്ത് വെച്ചിട്ട് നമുക്ക് കഠിനമായിട്ടുള്ള വല്ല വേദനകളും വരുള്ളൂ, ആ ഒരു കാര്യങ്ങളൊക്കെ നിയ്യത്ത് വെച്ചിട്ട് ഈ ഒരു അമലിന് 10000 തവണ ചൊല്ലേണ്ട രീതിയുണ്ട്. നിയത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ 10000 തവണ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. അത്തരത്തിൽ ചൊല്ലിയാലും ഉത്തരമുണ്ടാകും. അതേപോലെ തന്നെ വേഗത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് എണീച്ചിട്ട് 1000 തവണയോ അല്ലെങ്കിൽ 313 തവണയോ അല്ലെങ്കിൽ ഒരു 100 തവണയെങ്കിലും ഈ ഒരു ദിക്റിനെ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ദുആവസിയത്തോടു കൂടെ നിർത്തട്ടെ ഇൻഷാ അല്ലാഹ്. കഴിയുന്ന ആളുകളൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു അമലിനെ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് വന്നിട്ടുള്ള ഒരു അമലാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.